പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള CPM-CPI തർക്കം രൂക്ഷമാവുകയാണ്. AKG സെന്ററിൽ ഇരു പാർട്ടികളുടെയും സംസ്ഥാന സെക്രട്ടറിമാർ പങ്കെടുത്ത ഉഭയകക്ഷി ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഒറ്റയ്ക്ക് തീരുമാനം എടുത്തു പോകുന്ന രീതി CPM നിർത്തണമെന്ന് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. കീഴ്വഴക്കം മാറ്റാനാകില്ലെന്ന് MV ഗോവിന്ദനും നിലപാട് ഘടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് CPIM പറയുന്നത് അതേപടി അനുസരിക്കില്ലെന്ന നിലപാട് CPI എടുത്തു തുടങ്ങിയത്. PM ശ്രീ തൃശൂർ പൂരം തുടങ്ങി അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ് CPI പരസ്യമായ എതിർപ്പ് CPIM തീരുമാനങ്ങളോടെടുത്തത്. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയതടക്കമുള്ള വിഷയങ്ങളിൽ CPIയുടെ നിലപാടിനെ പിണറായി വിജയൻ പരസ്യമായി പരിഹസിച്ചതിലടക്കം CPIക്ക് കടുത്ത എതിർപ്പുണ്ട്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിനോട് CPIയിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്കും യോജിപ്പുണ്ടായിരുന്നില്ല. ഇതോടെയാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടിയേ തീരൂ എന്ന നിലപാട് CPI നേതൃത്വം കടുപ്പിച്ചതും. ഒടുവിൽ ഉഭയകക്ഷി ചർച്ച നടത്തുകയായിരുന്നു. ബിനോയ് വിശ്വം AKG സെന്ററിലേക്ക് വന്നതുപോലെ തന്നെ മടങ്ങിപ്പോയി. ഒരു തീരുമാനവുമായില്ല എന്നുള്ളത് വാക്കുകളിലും പ്രകടമായിരുന്നു. LDFിൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിന് എത്രമാത്രം പ്രാധാന്യം CPI കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം CPM കൊടുക്കേണ്ടതാണ്. അതേസമയം പ്രതിപക്ഷ ഉപനേതാവ് പദവി വിട്ടുകൊടുത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും CPIM ഒരുക്കവുമല്ല. ദീർഘകാലമായി പ്രതിപക്ഷ നേതൃ പദവിയും പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയും CPMനാണ്. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കേണ്ടി വരും എന്നതടക്കമുള്ള CPIയുടെ ഭീഷണി ഇടതുമുന്നണിയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ചർച്ച തുടരാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.